അനു ആ വിളി കേട്ട് അവൾ പതുക്കെ തിരിഞ്ഞു നോക്കി. അവളുടെ മുഖത്ത് സന്തോഷം നിറഞ്ഞിരുന്നു. കാരണം അത് അവളുടെ ജീവിതത്തിലെ ഏറ്റവും പുതിയൊരു തുടക്കമായിരുന്നു. അന്ന് അവളുടെ വിവാഹത്തിൻ്റെ ആദ്യ രാത്രി. പുതിയ വീട്, പുതിയ ബന്ധങ്ങൾ, പുതിയ സ്വപ്നങ്ങൾ എല്ലാം മനസ്സിൽ നിറച്ചുകൊണ്ട് അനു മുറിയിലിരിക്കുകയായിരുന്നു. അല്പസമയത്തിന് ശേഷം അർജുൻ മുറിയിലേക്ക് വന്നു. മുഖത്തൊരു പുഞ്ചിരി. ഒരുപാട് ക്ഷീണിച്ചോ? അനു ചെറുതായി ചിരിച്ചു. കുറച്ച്. അവൾക്ക് ആ നിമിഷം ഒരു സ്വപ്നം പോലെയായിരുന്നു. വിവാഹത്തിന് മുമ്പ് അർജുൻ അവളോട് പറഞ്ഞ വാക്കുകൾ അവളുടെ മനസ്സിൽ ഓർമ്മ വന്നു. എനിക്ക് വലിയ സമ്പത്തൊന്നും വേണ്ട, എന്നെ മനസ്സിലാക്കുന്ന ഒരാൾ മതി. ആ വാക്കുകൾ വിശ്വസിച്ചാണ് അനു ഈ ജീവിതത്തിലേക്ക് വന്നത്. പെട്ടെന്നാണ് അവളുടെ ഫോൺ മുഴങ്ങിയത്. രാത്രിയുടെ നിശബ്ദതയിൽ ആ ശബ്ദം കുറച്ച് ഭയപ്പെടുത്തുന്നതായിരുന്നു. അനു ഫോൺ നോക്കി. അറിയാത്ത നമ്പർ. അവൾ അർജുനെ ഒന്ന് നോക്കി. ആരാണെന്ന് അറിയില്ല. അർജുൻ പറഞ്ഞു, എടുക്കണ്ട, പിന്നെ നോക്കാം. പക്ഷേ എന്തുകൊണ്ടോ അനുവിന് ആ കോൾ എടുക്കണമെന്ന് തോന്നി. അവൾ ഫോൺ എടുത്തു. ഹലോ. കുറച്ച് നിമിഷം നിശബ്ദത. പിന്നെ ഒരു സ്ത്രീയുടെ വിറയുന്ന ശബ്ദം. നിങ്ങൾ അനുവല്ലേ? അനുവിൻ്റെ മുഖം മാറി. അതെ. ആരാണ്? അപ്പുറത്ത് നിന്ന് ആ സ്ത്രീ പതുക്കെ പറഞ്ഞു, ഞാൻ പറയാൻ പോകുന്ന കാര്യം കേട്ടാൽ നിങ്ങളുടെ ജീവിതം മാറും. അനുവിൻ്റെ ഹൃദയം വേഗത്തിൽ ഇടിക്കാൻ തുടങ്ങി. എന്താണ് പറയാനുള്ളത്? ഒരു നിമിഷം നിശബ്ദത. പിന്നെ ആ ശബ്ദം. നിങ്ങൾ ഇപ്പോൾ വിവാഹം കഴിച്ച അർജുൻ, അവൻ നിങ്ങളോട് പറഞ്ഞതെല്ലാം സത്യമല്ല. അനുവിൻ്റെ കയ്യിൽ നിന്ന് ഫോൺ താഴെ വീഴാൻ പോയി. അവൾ അർജുനെ നോക്കി. അവൻ അവളെ തന്നെ നോക്കുകയായിരുന്നു. അവൻ്റെ മുഖത്തെ പുഞ്ചിരി പതുക്കെ മാഞ്ഞു. കാരണം അവന് മനസ്സിലായി ആ ഫോൺ കോൾ വന്നത് ആരാണെന്ന്. ആ ഫോൺ താഴെ വീഴാൻ പോയ നിമിഷം അനു അർജുൻ്റെ മുഖത്തേക്ക് നോക്കി. അവളുടെ കണ്ണുകളിൽ ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. അർജുൻ? ആരായിരുന്നു അത്? അർജുൻ കുറച്ച് നിമിഷം മിണ്ടിയില്ല. ആ മൗനം തന്നെ അനുവിന് കൂടുതൽ സംശയം നൽകി. അവൻ പതുക്കെ ഫോൺ എടുത്തു. വിഷയം മാറ്റാൻ ശ്രമിച്ചു. പക്ഷേ അനുവിന് ഇപ്പോൾ ആ ശബ്ദം മനസ്സിൽ നിന്ന് പോകുന്നില്ലായിരുന്നു. നിങ്ങൾ വിവാഹം കഴിച്ച ആൾ നിങ്ങളോട് പറഞ്ഞതെല്ലാം സത്യമല്ല. ആ വാക്കുകൾ അവളുടെ മനസ്സിൽ വീണ്ടും വീണ്ടും മുഴങ്ങി. അവൾ ശാന്തമായി ചോദിച്ചു, അർജുൻ, നിനക്ക് എന്നിൽ നിന്നും മറച്ചു വെച്ച എന്തെങ്കിലുമുണ്ടോ? ആ ചോദ്യം കേട്ടപ്പോൾ അർജുൻ ഒരു നിമിഷം അവളെ നോക്കി നിന്നു. പിന്നെ ചിരിക്കാൻ ശ്രമിച്ചു. എന്താ അനു, ആദ്യ രാത്രിയിൽ തന്നെ ഇങ്ങനെ സംശയമോ? പക്ഷേ അവൻ്റെ ചിരിയിൽ ഒരു സ്വാഭാവികത ഇല്ലായിരുന്നു. ആ രാത്രി അനു ഉറങ്ങിയില്ല. അവൾ അർജുൻ്റെ ഓരോ ചെറിയ കാര്യവും ശ്രദ്ധിച്ചു. ഫോൺ വന്നപ്പോൾ അവൻ പേടിച്ചത് എന്തിന്? ആ സ്ത്രീയുടെ പേര് കേൾക്കുന്നതിന് മുമ്പേ അവന് എന്തുകൊണ്ട് അസ്വസ്ഥത തോന്നി? പിറ്റേന്ന് രാവിലെ വിവാഹത്തിൻ്റെ സന്തോഷം നിറഞ്ഞ ആ വീട്ടിൽ അനുവിന് മാത്രം ഒരു ഭാരം പോലെ തോന്നി. അപ്പോഴാണ് അവളുടെ ഫോണിലേക്ക് വീണ്ടും ഒരു മെസ്സേജ് വന്നത്. അത് അതേ നമ്പറിൽ നിന്നായിരുന്നു. എന്നെ വിശ്വസിക്കണമെന്നില്ല, പക്ഷേ ഒരു കാര്യം മാത്രം ചെയ്യൂ. അർജുൻ്റെ പഴയ ഫോണിലെ ചിത്രങ്ങൾ നോക്കൂ. അനുവിൻ്റെ കൈകൾ വിറച്ചു. അവൾ പതുക്കെ അർജുൻ്റെ മുറിയിലേക്ക് നോക്കി. അവൻ അപ്പോൾ കുളിക്കാൻ പോയിരുന്നു. അവളുടെ മുന്നിൽ ഇപ്പോൾ രണ്ട് വഴികൾ. ഭർത്താവിനെ വിശ്വസിച്ച് ആ മെസ്സേജ് അവഗണിക്കണോ? അല്ലെങ്കിൽ ഒളിപ്പിച്ചു വെച്ച സത്യം അന്വേഷിക്കണോ? അനു പതുക്കെ അർജുൻ്റെ മേശയിലേക്ക് നടന്നു. അവളുടെ മനസ്സിൽ ഒരു പോരാട്ടം നടക്കുകയായിരുന്നു. ഇത് തെറ്റാണോ? ഞാൻ എൻ്റെ ഭർത്താവിനെ സംശയിക്കുകയാണോ? ഒരു വശത്ത് അർജുനോടുള്ള വിശ്വാസം, മറ്റൊരു വശത്ത് ആ അപരിചിതയായ സ്ത്രീയുടെ മുന്നറിയിപ്പ്. മേശപ്പുറത്ത് കിടന്നിരുന്ന അർജുൻ്റെ പഴയ ഫോൺ അവളുടെ ശ്രദ്ധയിൽപ്പെട്ടു. അവൾ ഫോൺ എടുക്കാൻ കൈ നീട്ടിയപ്പോൾ പെട്ടെന്ന് അവളുടെ പിന്നിൽ ഒരു ശബ്ദം. അനു. അവൾ ഞെട്ടിത്തിരിഞ്ഞു നോക്കി. അർജുൻ വാതിൽക്കൽ നിൽക്കുകയായിരുന്നു. അവൻ്റെ മുഖത്ത് പുഞ്ചിരിയില്ലായിരുന്നു. എന്താ നീ എൻ്റെ ഫോൺ നോക്കുന്നത്? അവൻ്റെ ചോദ്യം കേട്ട് അനു ഒരു നിമിഷം മിണ്ടാതിരുന്നു. പിന്നെ സത്യമായി പറഞ്ഞു, എനിക്കൊരു മെസ്സേജ് വന്നു. ആരോ പറഞ്ഞു നിന്റെ പഴയ ജീവിതത്തിൽ എന്തോ രഹസ്യമുണ്ടെന്ന്. അർജുൻ്റെ മുഖം മാറി. ഒരു നിമിഷത്തേക്ക് അവൻ്റെ കണ്ണുകളിൽ പേടി തെളിഞ്ഞു. പക്ഷേ അടുത്ത നിമിഷം തന്നെ അവനത് മറച്ചു. അനു, വിവാഹം കഴിഞ്ഞിട്ട് ഒരു ദിവസം പോലും ആയിട്ടില്ല. അപ്പോഴേക്കും നീ അന്യരുടെ വാക്ക് വിശ്വസിക്കുകയാണോ? ആ വാക്കുകൾ കേട്ട് അനുവിന് വിഷമമായി. അവൾ പതുക്കെ പറഞ്ഞു, ഞാൻ നിന്നെ സംശയിക്കാൻ ആഗ്രഹിക്കുന്നില്ല അർജുൻ. പക്ഷേ നീ പേടിക്കുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അർജുൻ ഒന്നും പറഞ്ഞില്ല. അവൻ ഫോൺ എടുത്ത് മേശയിൽ വെച്ചു. പിന്നെ പറഞ്ഞു, ഇനി ആ നമ്പറിൽ നിന്ന് വിളിച്ചാൽ എടുക്കരുത്. അവൾ ആരാണെന്ന് എനിക്കറിയാം. ആ വാക്ക് കേട്ടതും അനു ഞെട്ടി. അവൾ ആരാണ്? അന്ന് രാത്രി അനുവിൻ്റെ മനസ്സിൽ ഒരു കാര്യം ഉറപ്പായി. അർജുൻ എന്തോ ഒളിക്കുന്നുണ്ട്. പക്ഷേ അതെന്താണ്?
അതേസമയം ഒരു ചെറിയ വീട്ടിൽ ഒരു സ്ത്രീ പഴയ ഫോട്ടോ കയ്യിൽ പിടിച്ച് കരയുകയായിരുന്നു. അവൾ ഫോണിൽ അനുവിൻ്റെ നമ്പർ നോക്കി. അവളുടെ കണ്ണുകളിൽ വേദനയും കുറ്റബോധവും ഉണ്ടായിരുന്നു. അവൾ പതുക്കെ പറഞ്ഞു, ക്ഷമിക്കണം അനു, നിന്റെ ജീവിതം രക്ഷിക്കാൻ എനിക്ക് ഇതല്ലാതെ വേറെ വഴിയില്ലായിരുന്നു. രാത്രി അനുവിന് ഉറങ്ങാൻ കഴിഞ്ഞില്ല. അർജുൻ തൻ്റെ അടുത്ത് കിടന്നിരുന്നെങ്കിലും അവർക്കിടയിൽ ഒരു വലിയ മതിൽ പോലെ എന്തോ തോന്നി. അവൾ മനസ്സിൽ ചോദിച്ചു, ഞാൻ വിശ്വസിച്ച മനുഷ്യൻ എന്നിൽ നിന്ന് എന്താണ് മറച്ചു വെക്കുന്നത്? പിറ്റേന്ന് രാവിലെ വീട്ടിൽ വിവാഹത്തിൻ്റെ തിരക്കുകൾ ഇനിയും അവസാനിച്ചിരുന്നില്ല. ബന്ധുക്കളുടെ ചിരിയും സംസാരവും നിറഞ്ഞ ആ വീട്ടിൽ അനുവിന് മാത്രം എന്തോ ഒരു വിഷമമുള്ളതായി തോന്നി. അപ്പോഴാണ് അർജുൻ്റെ അമ്മ അവളുടെ അടുത്തേക്ക് വന്നത്. മോളെ, എല്ലാം ഓക്കെ അല്ലേ? മോളെ, എന്താ ചെയ്യുന്നത്? അനു ഒന്ന് ചിരിക്കാൻ ശ്രമിച്ചു. അതേ അമ്മേ. അവളുടെ കണ്ണിലെ വിഷമം ആ അമ്മ ശ്രദ്ധിച്ചു. അതിനിടയിൽ അർജുൻ്റെ ഫോൺ വീണ്ടും മുഴങ്ങി. അവൻ പെട്ടെന്ന് ഫോൺ എടുത്ത് പുറത്തേക്ക് പോയി. അനു അത് ശ്രദ്ധിച്ചു. കാരണം ഇന്നലെ രാത്രിയിലും ഇതേപോലെയായിരുന്നു. അർജുൻ വീട്ടിൽ നിന്ന് പുറത്ത് നിന്നുകൊണ്ട് സംസാരിച്ചു. നീ എന്തിനാണ് വീണ്ടും വിളിക്കുന്നത്? അപ്പുറത്ത് നിന്നുള്ള ശബ്ദം കേൾക്കാൻ അനുവിന് കഴിഞ്ഞില്ല. പക്ഷേ അർജുൻ്റെ മുഖത്തെ ഭയം അവൾ കണ്ടു. അവൻ പതുക്കെ പറഞ്ഞു, ഇനി എൻ്റെ ജീവിതത്തിൽ നിന്ന് മാറി നിൽക്ക്, എല്ലാം കഴിഞ്ഞു. അവൻ തിരികെ അകത്തേക്ക് വന്നപ്പോൾ അനു നേരെ ചോദിച്ചു, ആരായിരുന്നു വിളിച്ചത്? അർജുൻ മറുപടി പറയാൻ ഒരു നിമിഷമെടുത്തു. ഒരു പഴയ പരിചയം. ആ മറുപടി അനുവിൻ്റെ മനസ്സിൽ വീണ്ടും സംശയമുണ്ടാക്കി. പഴയ പരിചയം മാത്രമാണോ? അവൾ ചോദിച്ചു. അർജുൻ മിണ്ടിയില്ല. അതേസമയം ആ സ്ത്രീ വീണ്ടും അനുവിനൊരു മെസ്സേജ് അയച്ചു. ഒരു ഫോട്ടോ കൂടി. അനു ഫോൺ തുറന്നു നോക്കി. ഫോട്ടോ കണ്ട നിമിഷം അവളുടെ ശരീരം വിറച്ചു. അത് അർജുൻ്റെയും ആ സ്ത്രീയുടെയും ഫോട്ടോ ആയിരുന്നു. പക്ഷേ അതൊരു സാധാരണ ഫോട്ടോ ആയിരുന്നില്ല. അതിൻ്റെ പിന്നിൽ എഴുതിയിരുന്നത്, ഈ ചിത്രം എടുത്തത് നിങ്ങളുടെ വിവാഹത്തിന് ഒരാഴ്ച മുമ്പാണ്. അനുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞു. കാരണം ഇനി സംശയമല്ല, എന്തോ വലിയൊരു സത്യം അവളുടെ മുന്നിൽ തുറക്കാൻ പോകുകയായിരുന്നു. അവൾ ആ നമ്പറിലേക്ക് വിളിക്കാൻ ഫോൺ എടുത്തു. കോൾ കണക്റ്റായി. അപ്പുറത്തൊരു സ്ത്രീയുടെ ശബ്ദം. ഹലോ അനു, ഇനി ഞാൻ പറയുന്നത് കേൾക്കണം. അർജുൻ ആരാണെന്ന് നീ അറിയണം. അനു ഫോൺ ചെവിയിൽ ചേർത്തു. പുറത്ത് കുറച്ച് നിമിഷം നിശബ്ദത. പിന്നെ ആ സ്ത്രീ പതുക്കെ സംസാരിച്ചു തുടങ്ങി. എൻ്റെ പേര് നേഹ. ഞാൻ പറയാൻ പോകുന്ന കാര്യം കേൾക്കുമ്പോൾ നിനക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അനുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞു. നിങ്ങൾ ആരാണ്? അർജുൻ്റെ ജീവിതത്തിൽ നിങ്ങൾക്ക് എന്ത് ബന്ധമാണ്? നേഹ കുറച്ചു നേരം മൗനത്തോടെ നിന്നു. ഞാൻ ഒരിക്കൽ അർജുനെ വിശ്വസിച്ച ഒരാളാണ്, നിന്നെപ്പോലെ തന്നെ. ആ വാക്കുകൾ കേട്ടപ്പോൾ അനുവിൻ്റെ ഹൃദയം ഒന്ന് പിടഞ്ഞു. നേഹ തുടർന്നു. 3 വർഷം മുമ്പ് അർജുൻ എന്നെ വിവാഹം കഴിക്കുമെന്ന് പറഞ്ഞിരുന്നു. അവൻ്റെ വാക്കുകൾ ഞാൻ വിശ്വസിച്ചു. പക്ഷേ പിന്നീട് മനസ്സിലായി അവന് മറ്റൊരു ലക്ഷ്യമുണ്ടായിരുന്നു. അനു പതുക്കെ ചോദിച്ചു, എന്ത് ലക്ഷ്യം? നേഹയുടെ ശബ്ദം വിറച്ചു. നിന്റെ കുടുംബത്തെക്കുറിച്ച് അവന് വിവാഹത്തിന് മുമ്പേ അറിയാമായിരുന്നു. നിന്റെ സ്വത്തും സാമ്പത്തിക നിലയും അതെല്ലാം അന്വേഷിച്ചിട്ടാണ് അവൻ ഈ വിവാഹത്തിന് വന്നത്. അനുവിൻ്റെ കൈകൾ വിറച്ചു. അവൾക്ക് ആ വാക്കുകൾ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. കാരണം അർജുൻ തന്നെയല്ലേ പറഞ്ഞത്, എനിക്ക് പണമൊന്നും വേണ്ട, നിന്റെ സ്നേഹം മാത്രം മതി. അപ്പോഴാണ് പിന്നിൽ നിന്നൊരു ശബ്ദം. അനു. അവൾ ഞെട്ടിത്തിരിഞ്ഞു. അർജുൻ വാതിൽക്കൽ നിൽക്കുകയായിരുന്നു. അവൻ്റെ കണ്ണുകൾ അനുവിൻ്റെ കയ്യിലുള്ള ഫോണിലേക്ക് പോയി. നീ ആരോടാണ് സംസാരിക്കുന്നത്? അനു ഫോൺ കട്ട് ചെയ്തില്ല. അവൾ നേരെ ചോദിച്ചു, നേഹയെ അറിയുമോ നിങ്ങൾക്ക്? ആ പേര് കേട്ട നിമിഷം അർജുൻ്റെ മുഖം മാറി. അത് അനുവിന് വേണ്ടിയിരുന്ന മറുപടിയായിരുന്നു. അവൾ പതുക്കെ പറഞ്ഞു, നീ പറഞ്ഞതെല്ലാം കള്ളമായിരുന്നു അർജുൻ. അർജുൻ ഒന്നും പറഞ്ഞില്ല. പക്ഷേ അവൻ്റെ മൗനം അനുവിൻ്റെ മനസ്സിലൊരു വലിയ സംശയമായി മാറി. അന്നേ രാത്രി അനു ആദ്യമായി അർജുൻ്റെ അലമാര തുറന്നു. അവൾക്ക് സത്യം വേണമായിരുന്നു. അവിടെ ഒരു പഴയ ഫയൽ കിടക്കുകയായിരുന്നു. അവൾ അത് തുറന്നു. അകത്തുണ്ടായിരുന്ന ഒരു രേഖ കണ്ടപ്പോഴേ കണ്ണുകൾ നിറഞ്ഞു. കാരണം ആ രേഖയിലുണ്ടായിരുന്നത് അവളുടെ കുടുംബത്തിൻ്റെ സ്വത്തുമായി ബന്ധപ്പെട്ട വിവരങ്ങളായിരുന്നു. അനുവിൻ്റെ കൈകൾ വിറയ്ക്കുകയായിരുന്നു. അവൾ ആ ഫയലിലെ ഓരോ പേജും മറിച്ചു നോക്കി. അത് വെറും രേഖയായിരുന്നില്ല, അവളുടെ ജീവിതത്തെക്കുറിച്ചുള്ള ഒരു കണക്കുകൂട്ടൽ പോലെ തോന്നി. അവളുടെ കുടുംബത്തിൻ്റെ സ്വത്ത്, ബിസിനസ്, ബാങ്ക് വിവരങ്ങൾ എല്ലാം അതിലുണ്ടായിരുന്നു. അനുവിൻ്റെ കണ്ണുകളിൽ കണ്ണുനീർ നിറഞ്ഞു. അവൾ പതുക്കെ പറഞ്ഞു, അപ്പോൾ ഇതെല്ലാം അറിയാമായിരുന്നോ നിനക്ക്? അർജുൻ മിണ്ടാതെ നിന്നു. ആ മൗനം അനുവിൻ്റെ ഹൃദയം തകർത്തു. അവൾ വീണ്ടും ചോദിച്ചു, എന്നെ സ്നേഹിച്ചതുകൊണ്ടാണോ നീ വിവാഹം കഴിച്ചത്? അതോ എൻ്റെ കുടുംബത്തെക്കുറിച്ച് അറിഞ്ഞിട്ടാണോ? അർജുൻ എന്തോ പറയാൻ ശ്രമിച്ചു. അനു, നീ കരുതുന്നത് പോലെയല്ല കാര്യങ്ങൾ. പക്ഷേ ഇത്തവണ അവൾ അവനെ തടഞ്ഞു. മതി അർജുൻ, ഇത്രയും ദിവസം നീ പറഞ്ഞ വാക്കുകൾ ഞാൻ വിശ്വസിച്ചു. ഇനി എനിക്ക് സത്യം മാത്രം മതി. അപ്പോഴാണ് പുറത്തുനിന്ന് അർജുൻ്റെ അമ്മയുടെ ശബ്ദം കേട്ടത്. എന്താ മോളെ? അവർ മുറിയിലേക്ക് വന്നു. അനുവിൻ്റെ കയ്യിലെ ഫയൽ കണ്ടപ്പോൾ അവരുടെ മുഖം മാറി. അനു പതുക്കെ ചോദിച്ചു, അമ്മേ, ഇതിനെക്കുറിച്ച് നിങ്ങൾക്കറിയാമായിരുന്നോ? ആ ചോദ്യം കേട്ടപ്പോൾ അമ്മയുടെ കണ്ണുകൾ താഴ്ന്നു. ആ നിമിഷം അനുവിന് മറ്റൊരു ഞെട്ടൽ കൂടെ തോന്നി. ഇതിൽ അർജുൻ മാത്രമല്ല, മറ്റാരൊക്കെയോ ഉൾപ്പെട്ടിരുന്നു.
അർജുൻ പെട്ടെന്ന് പറഞ്ഞു, അനു, നീ ഇപ്പോൾ തെറ്റിദ്ധരിക്കുകയാണ്. എല്ലാം വിശദീകരിക്കാൻ എനിക്ക് അവസരം തരൂ. അനു അവനെ നോക്കി. ശരി, പക്ഷേ ഒരു കാര്യം പറയൂ. എൻ്റെ ജീവിതത്തിലേക്ക് വരുന്നതിന് മുമ്പ് നീ മറ്റൊരു ജീവിതം അവസാനിപ്പിച്ചിരുന്നോ? ആ ചോദ്യം കേട്ടപ്പോൾ അർജുൻ്റെ മുഖം മാറി. കാരണം നേഹ പറഞ്ഞത് ഒരു സംശയം മാത്രമല്ലായിരുന്നു. അതിന് പിന്നിൽ ഒരു വലിയ കഥയുണ്ടായിരുന്നു. അതേസമയം നേഹ തൻ്റെ വീട്ടിലിരുന്ന് പഴയൊരു കത്ത് തുറന്നു. ആ കത്തിൽ എഴുതിയിരുന്നത്, അർജുൻ എന്നെ ഉപേക്ഷിച്ച ദിവസം മുതൽ ഞാൻ കാത്തിരുന്നത് ഈ നിമിഷത്തിനാണ്. അനുവിൻ്റെ ചോദ്യം കേട്ട് അർജുൻ ഒന്നും പറയാതെ നിന്നു. ആ മൗനം തന്നെ വലിയൊരു മറുപടിയായിരുന്നു. അവൾ പതുക്കെ പറഞ്ഞു, നീ മിണ്ടാതിരിക്കുന്നത് തന്നെ എന്തോ ഒളിപ്പിക്കുന്നുണ്ടെന്ന് തോന്നിക്കുന്നു. അർജുൻ കസേരയിലിരുന്നു. മുഖത്താദ്യമായി കുറ്റബോധം പോലെ എന്തോ തെളിഞ്ഞു. അനു, എൻ്റെ പഴയ ജീവിതത്തിൽ ചില കാര്യങ്ങളുണ്ടായിരുന്നു. അനു അവനെ നോക്കി. ചില കാര്യങ്ങളോ? അല്ലെങ്കിൽ ഒരു മനുഷ്യൻ്റെ ജീവിതം മുഴുവൻ മാറ്റുന്ന രഹസ്യമോ? അപ്പോഴാണ് അർജുൻ്റെ അമ്മ ഇടയിൽ പറഞ്ഞത്, മോളെ, അർജുൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങൾ സമ്മതിക്കും. പക്ഷേ അവൻ നിന്നെ വഞ്ചിക്കാൻ വേണ്ടി മാത്രം ഈ വിവാഹം കഴിച്ചു എന്ന് പറയുന്നത് അവർ വാക്ക് പൂർത്തിയാക്കിയില്ല. കാരണം അവരുടെ കണ്ണുകളിലും ഒരു ഭയമുണ്ടായിരുന്നു. അനു ചോദിച്ചു, അമ്മേ, അപ്പോൾ നേഹയെ നിങ്ങൾക്കറിയാമോ? ആ പേര് കേട്ടതും അമ്മ ഞെട്ടി. അത് അനുവിന് എല്ലാം മനസ്സിലാക്കാൻ മതിയായിരുന്നു. അതേസമയം നേഹ തൻ്റെ വീട്ടിൽ പഴയ ഓർമ്മകളിൽ ഇരിക്കുകയായിരുന്നു. 3 വർഷം മുമ്പുള്ള ഒരു ദിവസം അവളുടെ മനസ്സിലേക്ക് വന്നു. അന്ന് അർജുൻ അവളോട് പറഞ്ഞിരുന്നു, എൻ്റെ ജീവിതത്തിൽ നീ മാത്രമേ ഉള്ളൂ. പക്ഷേ കുറച്ച് മാസങ്ങൾ കഴിഞ്ഞപ്പോൾ അവൻ പതുക്കെ അകന്നു. ഫോൺ എടുക്കാതെയായി, കാണാൻ വരാതെയായി. പിന്നീട് അവൻ്റെ വിവാഹ വാർത്തയാണ് നേഹ അറിഞ്ഞത്. നേഹ കണ്ണുനീർ തുടച്ചു. പക്ഷേ അവൾക്കിപ്പോൾ പകയില്ലായിരുന്നു. അവൾക്ക് ഒരു കാര്യം മാത്രം വേണമായിരുന്നു, അനുവിൻ്റെ ജീവിതം തകരരുത്. അന്ന് രാത്രി അനു ഒറ്റയ്ക്ക് മുറിയിലിരിക്കുകയായിരുന്നു. അവളുടെ മുന്നിൽ 2 സത്യങ്ങൾ. ഒന്ന്, അവൾ സ്നേഹിച്ച ഭർത്താവ്. മറ്റൊന്ന്, അവനെക്കുറിച്ച് പുറത്തു വരുന്ന രഹസ്യങ്ങൾ. പെട്ടെന്ന് അവളുടെ ഫോണിലേക്ക് വീണ്ടും ഒരു മെസ്സേജ് വന്നു. നേഹ അയച്ചത്. അതിലൊരു വാചകം മാത്രം, അനു, അർജുൻ്റെ അലമാരയിൽ നീ കണ്ടത് തുടക്കം മാത്രമാണ്. അവൻ നിനക്ക് കാണിക്കാത്ത മറ്റൊരു തെളിവ് കൂടിയുണ്ട്. അനു ഫോൺ മുറുകെ പിടിച്ചു. ആ തെളിവ് എന്താണ്? അത് പുറത്തു വന്നാൽ അർജുൻ്റെ യഥാർത്ഥ മുഖം എല്ലാവർക്കും മുന്നിൽ തെളിയുമോ? ആ മെസ്സേജ് വീണ്ടും വീണ്ടും വായിച്ചു. അർജുൻ്റെ അലമാരയിൽ നീ കണ്ടത് തുടക്കം മാത്രമാണ്. ആ വാക്കുകൾ അവളുടെ മനസ്സിൽ മുഴങ്ങിക്കൊണ്ടിരുന്നു. അവൾ പതുക്കെ എഴുന്നേറ്റു. ഇനി കണ്ണടച്ച് വിശ്വസിക്കാൻ കഴിയില്ലെന്ന് അവൾ തീരുമാനിച്ചിരുന്നു. അടുത്ത ദിവസം രാവിലെ അർജുൻ പതിവ് പോലെ അനുവിനോട് സംസാരിക്കാൻ ശ്രമിച്ചു. അനു, ഇന്നലെ നടന്നത് മറക്കാം. നമുക്ക് നമ്മുടെ ജീവിതം നല്ല രീതിയിൽ തുടങ്ങാം. അനു അവനെ നോക്കി. ഇന്നലെ വരെ ആ മുഖത്ത് അവൾ സ്നേഹം കണ്ടിരുന്നു. പക്ഷേ ഇന്ന് അവൾ അന്വേഷിക്കുന്നത് സത്യമായിരുന്നു. അവൾ ശാന്തമായി ചോദിച്ചു, അർജുൻ, നിന്റെ പഴയ ജീവിതത്തെക്കുറിച്ച് എനിക്ക് എല്ലാം അറിയണം. അർജുൻ മിണ്ടാതെ നിന്നു. എനിക്ക് പറയാനൊന്നുമില്ല. അനു ചെറുതായി ചിരിച്ചു. ആ ചിരിയിൽ വേദനയുണ്ടായിരുന്നു. പറയാനൊന്നുമില്ലാത്തവർ ഇങ്ങനെ പേടിക്കില്ല അർജുൻ. അന്നുച്ചയ്ക്ക് അനു നേഹയെ വീണ്ടും വിളിച്ചു. നിങ്ങൾ പറഞ്ഞ തെളിവ് എന്താണ്? നേഹ കുറച്ചു നേരം മിണ്ടിയില്ല. പിന്നെ പറഞ്ഞു, അത് ഞാൻ നിനക്ക് നേരിട്ട് തരാം. കാരണം ഫോൺ വഴി പറയാൻ കഴിയാത്ത ഒരു കാര്യമാണത്. വൈകുന്നേരം ഒരു ചെറിയ കഫേയിൽ വെച്ച് അനു നേഹയെ കണ്ടു. ആദ്യമായി കണ്ടപ്പോൾ തന്നെ അനുവിന് മനസ്സിലായി, ഈ സ്ത്രീയുടെ കണ്ണുകളിൽ പകയില്ല, വേദന മാത്രമേ ഉള്ളൂ. നേഹ ഒരു ഫയൽ അനുവിന് കൊടുത്തു. ഇത് തുറക്കുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാം. അർജുൻ മുഴുവനായും മോശം മനുഷ്യനാണെന്ന് ഞാൻ പറയില്ല. പക്ഷേ അവൻ ചെയ്ത ഒരു തെറ്റ് മറ്റൊരാളുടെ ജീവിതം തകർത്തു. അനു ഫയൽ തുറന്നു. അതിനുള്ളിൽ ഉണ്ടായിരുന്നത് ഒരു വിവാഹ രജിസ്ട്രേഷൻ രേഖയുടെ പകർപ്പ്. പക്ഷേ അതിലെ പേര് കണ്ട നിമിഷം അനുവിൻ്റെ ശ്വാസം നിലച്ചു. കാരണം അവിടെ എഴുതിയിരുന്നത് അർജുൻ, നേഹ, വിവാഹ രജിസ്ട്രേഷൻ. അനുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞു. അപ്പോൾ നിങ്ങൾ രണ്ടുപേരും? നേഹ തലകുനിച്ചു. അതേ അനു, ഞാൻ അവൻ്റെ ജീവിതത്തിലെ ഒരു പഴയ അധ്യായം മാത്രമല്ല, ഞാൻ അവൻ്റെ ഭാര്യയായിരുന്നു. അനുവിൻ്റെ കയ്യിൽ നിന്ന് ആ രേഖ താഴെ വീണു. കാരണം അവൾ വിവാഹം കഴിച്ചത് ഒരു രഹസ്യം ഒളിപ്പിച്ച മനുഷ്യനെയായിരുന്നു. അനുവിന് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അവളുടെ മുന്നിലിരിക്കുന്ന നേഹ ഒരു അന്യ സ്ത്രീയല്ലായിരുന്നു. അർജുൻ്റെ ജീവിതത്തിൽ ഒരിക്കൽ ഉണ്ടായിരുന്ന ഒരാളായിരുന്നു. അല്ല, അവൻ്റെ ഭാര്യയായിരുന്നു. അനു പതുക്കെ ചോദിച്ചു, അപ്പോൾ നിങ്ങളുടെ വിവാഹം കഴിഞ്ഞതാണെങ്കിൽ അർജുൻ എന്നെ എങ്ങനെ വിവാഹം കഴിച്ചു? നേഹയുടെ കണ്ണുകൾ നിറഞ്ഞു. അതിനുത്തരം അറിയാൻ നീ അവനോട് തന്നെ ചോദിക്കണം അനു. നേഹ തുടർന്നു, ഞാനും അർജുനും ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടിരുന്നു. പക്ഷേ ഒരു ദിവസം മുതൽ അവൻ മാറാൻ തുടങ്ങി. അവൻ്റെ സംസാരത്തിലും പെരുമാറ്റത്തിലും മാറ്റം വന്നു. അനു ശ്രദ്ധ
ശ്രദ്ധയോടെ കേട്ടു. പിന്നെ എന്ത് സംഭവിച്ചു? നേഹ പറഞ്ഞു. അവൻ എന്നോട് പറഞ്ഞു, നമ്മുടെ ബന്ധം വീട്ടുകാർ അംഗീകരിക്കില്ല. കുറച്ച് സമയം വേണം. പക്ഷേ ആ സമയം കഴിഞ്ഞപ്പോൾ അവൻ്റെ ജീവിതത്തിൽ നീ വന്നു. അനുവിൻ്റെ മനസ്സിൽ ഒരു കാര്യം കുത്തി നിന്നു. അപ്പോൾ ഈ വിവാഹം ഒരു പുതിയ ജീവിതത്തിൻ്റെ തുടക്കമല്ലായിരുന്നോ? നേഹ പതുക്കെ മറ്റൊരു കാര്യം കൂടി പറഞ്ഞു. അനു, നിന്റെ സ്വത്തിനെക്കുറിച്ച് അവന് അറിയാമായിരുന്നു. പക്ഷേ അതൊന്നുമല്ല ഏറ്റവും വേദനിപ്പിക്കുന്ന കാര്യം. അനു അവളെ നോക്കി. പിന്നെ എന്താണ്? നേഹയുടെ കണ്ണുകളിൽ കണ്ണുനീർ നിറഞ്ഞു. അവൻ എന്നെ ഉപേക്ഷിച്ച ശേഷം എന്നെ കുറ്റക്കാരിയാക്കി കാണിക്കാൻ അവൻ പലരോടും പല കഥകളും പറഞ്ഞു. അവന് സ്വന്തം തെറ്റ് സമ്മതിക്കാൻ ധൈര്യമുണ്ടായിരുന്നില്ല. അനു എഴുന്നേറ്റു. ഇനി അവൾക്ക് നേഹയിൽ നിന്ന് കൂടുതൽ കേൾക്കേണ്ടതില്ലായിരുന്നു. അവൾക്ക് ഒരേ ഒരു കാര്യം അറിയണം. അർജുൻ നേരിട്ട് എന്തു പറയും? വീട്ടിലേക്ക് മടങ്ങുമ്പോൾ അവളുടെ മനസ്സിൽ ഒരു തീരുമാനമുണ്ടായിരുന്നു. ഇനി കരഞ്ഞുകൊണ്ട് ചോദിക്കില്ല. ഇനി അവൾക്ക് സത്യം വേണം. അവൾ വീട്ടിലെത്തി. അർജുൻ ഹാളിലിരിക്കുകയായിരുന്നു. അനു പതുക്കെ അവൻ്റെ മുന്നിൽ ആ വിവാഹരേഖ വെച്ചു. അർജുൻ്റെ മുഖം മാറി. ഇതെവിടെ നിന്ന് കിട്ടി? അനു ശാന്തമായി പറഞ്ഞു. അത് വേണ്ട, ഒരു കാര്യം മാത്രം പറയൂ അർജുൻ. നേഹ ഇപ്പോഴും നിന്റെ ജീവിതത്തിലെ ആരാണ്? ആ ചോദ്യം കേട്ടപ്പോൾ അർജുൻ ആദ്യമായി തലകുനിച്ചു. അനുവിൻ്റെ ചോദ്യം കേട്ട് അർജുൻ കുറച്ച് നിമിഷം മിണ്ടാതെ നിന്നു. അവൻ്റെ മുന്നിൽ കിടന്നിരുന്ന ആ രേഖ അവൻ്റെ മറച്ചുവെച്ച ജീവിതം മുഴുവൻ പുറത്തു കൊണ്ടുവന്നിരുന്നു. അനു വീണ്ടും ചോദിച്ചു. അർജുൻ, എനിക്ക് സത്യം മാത്രം മതി. നേഹ നിൻ്റെ ജീവിതത്തിൽ ആരായിരുന്നു? അർജുൻ പതുക്കെയിരുന്നു. ആദ്യമായി അവൻ്റെ ശബ്ദത്തിൽ അഹങ്കാരം ഉണ്ടായിരുന്നില്ല. അതെ അനു, നേഹ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ഒരാളാണ്. അനുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞു. ഒരാളോ? നിങ്ങൾ വിവാഹം കഴിച്ചിരുന്നില്ലേ? അർജുൻ തലകുനിച്ചു. അതെ. ആ വാക്ക് അനുവിൻ്റെ ഹൃദയത്തിൽ വലിയൊരു ആഘാതമായി. കാരണം തൻ്റെ വിവാഹത്തിൻ്റെ ആദ്യ ദിവസങ്ങളിൽ തന്നെ അവൾ അറിയുന്നത് തൻ്റെ ഭർത്താവിൻ്റെ ഏറ്റവും വലിയ രഹസ്യമായിരുന്നു. അർജുൻ തുടർന്നു. പക്ഷേ കാര്യങ്ങൾ നീ കരുതുന്നത് പോലെയല്ല അനു. അനു ശാന്തമായി ചോദിച്ചു. അപ്പോൾ എങ്ങനെയാണ്? എന്തുകൊണ്ടാണ് നീ എന്നോട് ഒന്നും പറയാതിരുന്നത്? അർജുൻ മറുപടി പറയാൻ ശ്രമിച്ചു. ഞാൻ പേടിച്ചു. അനു അത്ഭുതത്തോടെ നോക്കി. പേടിച്ചോ? അതോ നിന്റെ ജീവിതം എളുപ്പമാക്കാൻ വേണ്ടി എന്നെ സത്യം അറിയാതെ വിവാഹം കഴിച്ചോ? അർജുൻ ഒന്നും പറഞ്ഞില്ല. ആ നിശബ്ദതയിൽ അനുവിനൊരു കാര്യം മനസ്സിലായി. മറച്ചു വെച്ചത് ഒരു ചെറിയ തെറ്റല്ലായിരുന്നു. അപ്പോഴാണ് അർജുൻ്റെ അമ്മ അവിടേക്ക് വന്നത്. അവർ എല്ലാം കേട്ടിരുന്നു. അവർ പതുക്കെ പറഞ്ഞു. മോളെ, ഇതിൽ ഞങ്ങൾക്കും ഒരു തെറ്റുണ്ട്. അനു അവരെ നോക്കി. നിങ്ങൾക്കും അറിയാമായിരുന്നോ? അമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു. അവർ തലകുനിച്ചു. അനുവിന് ഇനി മറ്റൊരു ഞെട്ടൽ കൂടി. ഈ രഹസ്യം അർജുൻ ഒറ്റയ്ക്ക് ഒളിപ്പിച്ചതല്ല, മുഴുവൻ കുടുംബവും അറിഞ്ഞുകൊണ്ടായിരുന്നു. അവൾ പതുക്കെ പിന്നോട്ട് മാറി. എന്നെ ഈ വീട്ടിലേക്ക് കൊണ്ടുവന്നത് ഒരു മരുമകളായി ആയിരുന്നോ അതോ ഒരു പരിഹാരമായി ആയിരുന്നോ? ആ ചോദ്യം കേട്ട് ആരും മറുപടി പറഞ്ഞില്ല. അതേസമയം നേഹ തൻ്റെ ഫോണിൽ ഒരു പഴയ വീഡിയോ നോക്കുകയായിരുന്നു. ആ വീഡിയോയിൽ അർജുൻ പറഞ്ഞ ഒരു വാക്കുണ്ടായിരുന്നു. അത് പുറത്തു വന്നാൽ അനുവിൻ്റെ തീരുമാനം തന്നെ മാറുമായിരുന്നു. അനു ആ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോയില്ല. പക്ഷേ അവളുടെ മനസ്സ് അവിടെ ഉണ്ടായിരുന്നില്ല. ഇന്നലെ വരെ അവൾ സ്വപ്നം കണ്ടിരുന്ന ജീവിതം ഒരു നിമിഷം കൊണ്ട് സംശയങ്ങളായി മാറിയിരുന്നു. അവൾ അർജുനോട് അവസാനമായി ചോദിച്ചു. അർജുൻ, നീ എന്നെ വിവാഹം കഴിക്കുമ്പോൾ നേഹയെക്കുറിച്ച് സത്യം പറയാൻ നിനക്കൊരവസരം പോലും തോന്നിയില്ലേ? അർജുൻ തലകുനിച്ചു. ഞാൻ തെറ്റ് ചെയ്തു അനു. ആ വാക്ക് കേട്ടപ്പോൾ അനുവിന് വേദന തോന്നി. കാരണം അവൾ കാത്തിരുന്നത് ഒരു വിശദീകരണമായിരുന്നു. പക്ഷേ കിട്ടിയത് ഒരു സമ്മതം മാത്രം. അന്ന് രാത്രി അനു ഒറ്റയ്ക്ക് മുറിയിലിരിക്കുകയായിരുന്നു. വിവാഹത്തിൻ്റെ ആദ്യ ദിവസം ഓർത്ത് അവൾ കരഞ്ഞില്ല. പകരം അവൾ ആലോചിച്ചു, ഇനി ഞാൻ എന്ത് ചെയ്യണം? കാരണം അവളൊരു ബന്ധം അവസാനിപ്പിക്കാൻ മാത്രം നോക്കുന്ന പെൺകുട്ടിയല്ലായിരുന്നു. പക്ഷേ സ്വന്തം ആത്മാഭിമാനം നഷ്ടപ്പെടുത്തി ജീവിക്കാനും അവൾ തയ്യാറായിരുന്നില്ല. അതേസമയം നേഹ ആ പഴയ വീഡിയോ തുറന്നു. 3 വർഷം മുമ്പ് എടുത്ത ഒരു വീഡിയോ. അതിൽ അർജുൻ നേഹയോട് പറയുന്ന വാക്കുകൾ ഉണ്ടായിരുന്നു. എൻ്റെ ജീവിതത്തിൽ പണം പ്രധാനമല്ല, നീ മാത്രമാണ് എനിക്ക് വേണ്ടത്. നേഹ കണ്ണുനീർ തുടച്ചു. പക്ഷേ വീഡിയോയിൽ അവസാനം വന്ന ഒരു ഭാഗമാണ് അവളെ വേദനിപ്പിച്ചത്. അവിടെ അർജുൻ മറ്റൊരാളോട് സംസാരിക്കുന്ന ശബ്ദം കേൾക്കാമായിരുന്നു. ഇവിടെ കാര്യം എങ്ങനെയെങ്കിലും തീർക്കണം. എൻ്റെ ഭാവിക്ക് ഈ വിവാഹം ആവശ്യമാണ്. നേഹ ആ വീഡിയോ അനുവിന് അയക്കാൻ തീരുമാനിച്ചു. പക്ഷേ അയക്കുന്നതിന് മുമ്പ് അവൾ ഒരു നിമിഷം നിന്നു. കാരണം ഈ വീഡിയോ പുറത്തു വന്നാൽ അർജുൻ്റെ ജീവിതം മുഴുവൻ തകരും. അടുത്ത ദിവസം രാവിലെ അനുവിൻ്റെ ഫോണിലേക്ക് ഒരു വീഡിയോ വന്നു. അയച്ചത് നേഹ. അനു വീഡിയോ തുറന്നു. ആദ്യത്തെ കുറച്ച് സെക്കൻഡുകൾ സാധാരണയായിരുന്നു. പക്ഷേ അടുത്ത നിമിഷം കേട്ട ശബ്ദം അർജുൻ്റേതായിരുന്നു. അനുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞു. കാരണം ഇനി അവൾക്ക് സംശയമല്ലായിരുന്നു, സത്യം കേൾക്കാനായിരുന്നു പോകുന്നത്.
ആ വീഡിയോ പ്ലേ ചെയ്തു. ആദ്യത്തെ കുറച്ച് നിമിഷങ്ങൾ അവൾക്ക് ഒന്നും മനസ്സിലായില്ല. അത് പഴയൊരു സംഭാഷണമായിരുന്നു. പക്ഷേ അടുത്ത നിമിഷം അർജുൻ്റെ ശബ്ദം കേട്ടപ്പോൾ അവളുടെ കൈകൾ വിറച്ചു. വീഡിയോയിൽ അർജുൻ ഒരാളോട് സംസാരിക്കുകയായിരുന്നു. ഇനി നേഹയുടെ കാര്യം നോക്കണം. അവൾ എൻ്റെ ജീവിതത്തിൽ നിന്ന് മാറണം. എനിക്ക് മുന്നോട്ട് പോകണം. അത്രയും കേട്ടപ്പോൾ തന്നെ അനുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞു. പക്ഷേ വീഡിയോയുടെ അവസാനം കേട്ട ഒരു വാക്കാണ് അവളെ കൂടുതൽ തകർത്തത്. അർജുൻ പറഞ്ഞിരുന്നു, ഈ വിവാഹം നടന്നാൽ എല്ലാം ശരിയാകും. എൻ്റെ ഭാവിക്ക് ഇത് ആവശ്യമാണ്. അനു ഫോൺ താഴെ വെച്ചു. അവൾ കരഞ്ഞില്ല. കാരണം ചില വേദനകൾ കണ്ണീരായി വരില്ല. അവ ഉള്ളിൽ ഒരു നിശബ്ദതയായി മാറും. അവൾ പതുക്കെ അർജുൻ്റെ അടുത്തേക്ക് നടന്നു. അർജുൻ അവളെ കണ്ടപ്പോൾ തന്നെ മനസ്സിലാക്കി. അവളെല്ലാം അറിഞ്ഞു. അനു ശാന്തമായി ചോദിച്ചു, അർജുൻ, ഞാൻ നിൻ്റെ ജീവിതത്തിലെ ഒരു മനുഷ്യനായിരുന്നു, അതോ നിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഉപയോഗിച്ച ഒരു വഴിയായിരുന്നു? അർജുൻ്റെ കണ്ണുകൾ നിറഞ്ഞു. അനു, ഞാൻ തെറ്റ് ചെയ്തു. പക്ഷേ അനു കൈ ഉയർത്തി അവനെ തടഞ്ഞു. തെറ്റെല്ലാവർക്കും സംഭവിക്കും. പക്ഷേ ഒരാളുടെ ജീവിതം അറിഞ്ഞുകൊണ്ട് കള്ളത്തിൽ തുടങ്ങുന്നത് തെറ്റല്ല. അതൊരു തീരുമാനമാണ്. അപ്പോൾ അർജുൻ്റെ അമ്മ വന്നു. അവർ അനുവിനോട് പറഞ്ഞു, മോളെ, ഞങ്ങൾ നിന്നോട് ക്ഷമ ചോദിക്കുന്നു. പക്ഷേ അർജുൻ മാറിയിട്ടുണ്ട്. അനു അവരെ നോക്കി. മാറിയിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് സത്യം മറച്ചത്? ആ ചോദ്യത്തിന് ആരുടെയും കയ്യിൽ മറുപടി ഉണ്ടായിരുന്നില്ല. അന്ന് രാത്രി അനു തൻ്റെ ബാഗ് എടുത്തു. അർജുൻ ഞെട്ടി ചോദിച്ചു, അനു, നീ എവിടേക്ക് പോകുന്നു? അവൾ അവനെ നോക്കി പറഞ്ഞു, എനിക്ക് പോകേണ്ടത് ഈ വീട്ടിൽ നിന്നല്ല. ആദ്യം പോകേണ്ടത് എന്നെ ഞാൻ വീണ്ടും കണ്ടെത്താനാണ്. അവൾ വാതിലിലേക്ക് നടന്നു. പക്ഷേ അവിടെ ഒരു ശബ്ദം. അനു. അവൾ തിരിഞ്ഞു നോക്കി. അത് നേഹയായിരുന്നു. നേഹയുടെ കയ്യിൽ മറ്റൊരു രേഖയുണ്ടായിരുന്നു. അവൾ പറഞ്ഞു, അനു, ഇതുകൂടി നീ അറിയണം. കാരണം അർജുൻ മറച്ചു വെച്ചത് ഇതോടെ തീരുന്നില്ല. അനു വാതിൽക്കൽ നിൽക്കുകയായിരുന്നു. നേഹയുടെ കയ്യിലുള്ള ആ രേഖയിലേക്ക് അവളുടെ കണ്ണുകൾ പോയി. ഇനി എന്താണ് ബാക്കി നേഹ? അനുവിൻ്റെ ശബ്ദത്തിൽ ദേഷ്യമില്ലായിരുന്നു, പക്ഷേ വലിയൊരു ക്ഷീണമുണ്ടായിരുന്നു. നേഹ പതുക്കെ പറഞ്ഞു, അനു, ഞാൻ നിന്നെ വേദനിപ്പിക്കാനല്ല വന്നത്. പക്ഷേ നീ സത്യം അറിഞ്ഞില്ലെങ്കിൽ നിൻ്റെ ജീവിതം മുഴുവൻ ഒരു കള്ളത്തിൻ്റെ മുകളിലായിരിക്കും. അവൾ ആ രേഖ അനുവിന് നൽകി. അനു അത് തുറന്നു നോക്കി. അതൊരു സാധാരണ രേഖയായിരുന്നില്ല. അത് അർജുൻ്റെ പേരിലുള്ള ഒരു കരാറിൻ്റെ പകർപ്പായിരുന്നു. അവളുടെ അച്ഛൻ്റെ ബിസിനസ്സിനെ കുറിച്ചുള്ള വിവരങ്ങൾ, വിവാഹത്തിന് മുമ്പ് തന്നെ ശേഖരിച്ച വിവരങ്ങൾ എല്ലാം അതിലുണ്ടായിരുന്നു. അനുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞു. അപ്പോൾ എന്നെ വിവാഹം കഴിക്കുന്നതിന് മുമ്പേ എൻ്റെ കുടുംബത്തെക്കുറിച്ച് എല്ലാം അന്വേഷിച്ചിരുന്നോ? നേഹ തലകുനിച്ചു. അതെ. അപ്പോഴാണ് അർജുൻ മുന്നോട്ട് വന്നത്. അവൻ്റെ മുഖത്ത് കുറ്റബോധമുണ്ടായിരുന്നു. അനു, ഞാൻ സമ്മതിക്കുന്നു, ഞാൻ തെറ്റ് ചെയ്തു. പക്ഷേ ഒരു കാര്യം നീ അറിയണം. അനു അവനെ നോക്കി. എന്ത്? അർജുൻ പറഞ്ഞു, ആദ്യത്തിൽ എൻ്റെ മനസ്സിൽ തെറ്റായ ചിന്തകൾ ഉണ്ടായിരുന്നു. പക്ഷേ നിന്നെ പരിചയപ്പെട്ട നിമിഷം ഞാൻ ശരിക്കും മാറാൻ തുടങ്ങി. അനു കുറച്ചു നേരം മിണ്ടാതെ നിന്നു. കാരണം അവൾക്കറിയില്ലായിരുന്നു അവൻ പറഞ്ഞത് സത്യമാണോ അതോ വീണ്ടും ഒരു വിശദീകരണം മാത്രമാണോ എന്ന്. നേഹ പതുക്കെ പറഞ്ഞു, അനു, തീരുമാനമെടുക്കാൻ നിനക്ക് സമയം വേണം. പക്ഷേ ഒരു കാര്യം ഓർക്കണം, ഒരാൾ മാറിയാലും അവൻ ചെയ്തതിൻ്റെ വേദന മറ്റൊരാളിൽ നിന്ന് പെട്ടെന്ന് മായില്ല. അനു ആ വീട്ടിൽ നിന്ന് ഇറങ്ങി. പക്ഷേ ഇത്തവണ തോറ്റുപോയ ഒരു പെണ്ണായിയല്ല, സ്വന്തം ജീവിതത്തെക്കുറിച്ച് തീരുമാനിക്കാൻ പോകുന്ന ഒരാളായി. അനു സ്വന്തം വീട്ടിലെത്തി. ആ വീട് അവൾക്ക് ബാല്യകാലം മുതൽ സുരക്ഷിതമായിരുന്ന സ്ഥലം. പക്ഷേ ഇന്ന് അവൾക്ക് അവിടെ എത്തിയത് തോറ്റുപോയ ഒരാളായല്ല, സ്വന്തം ജീവിതത്തെക്കുറിച്ച് ഒരു തീരുമാനം എടുക്കാൻ വന്ന ഒരാളായി ആയിരുന്നു. അമ്മ അവളുടെ അടുത്തിരുന്നു. മോളെ, ഇനി എന്താണ് നിൻ്റെ തീരുമാനം? അനു കുറച്ചു നേരം മിണ്ടാതെ ഇരുന്നു. പിന്നെ ശാന്തമായി പറഞ്ഞു, അമ്മേ, എനിക്ക് അർജുനോട് വെറുപ്പില്ല. പക്ഷേ അവൻ എന്നോട് ചെയ്തത് ഞാൻ മറക്കാനും കഴിയില്ല. അവൾ തൻ്റെ ഫോണിലെ തെളിവുകൾ വീണ്ടും നോക്കി. നേഹ അയച്ച രേഖകൾ, വീഡിയോ എല്ലാം. അവളൊരു തീരുമാനത്തിലെത്തി. ഞാൻ തിരികെ പോകില്ല, പക്ഷേ സത്യം പുറത്തു കൊണ്ടുവരും. അതേസമയം അർജുൻ്റെ വീട്ടിൽ മറ്റൊരു അവസ്ഥയായിരുന്നു. ഇന്നലെ വരെ എല്ലാം തൻ്റെ നിയന്ത്രണത്തിലാണെന്ന് കരുതിയിരുന്ന അർജുൻ ഇന്ന് ആദ്യമായി ഭയപ്പെട്ടു. അവൻ നേഹയെ വിളിച്ചു. നേഹ, അനുവിനോട് ഇത്രയും പറയേണ്ടിയിരുന്നോ? നേഹ ശാന്തമായി മറുപടി പറഞ്ഞു, അർജുൻ, ഞാൻ അവളുടെ ജീവിതം തകർത്തതല്ല. നീ അവളുടെ ജീവിതത്തിലേക്ക് കള്ളവുമായി വന്നപ്പോഴാണ് അത് തകർന്നത്. ആ വാക്കുകൾ അർജുനെ നിശബ്ദനാക്കി. കാരണം ആദ്യമായി അവൻ സ്വന്തം തെറ്റ് മറ്റൊരാളുടെ കണ്ണിലൂടെ കാണുകയായിരുന്നു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അനു ഒരു അഭിഭാഷകനെ കണ്ടു. അവൾ എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞു. അഭിഭാഷകൻ രേഖകൾ പരിശോധിച്ചു. പിന്നെ പറഞ്ഞു, നിങ്ങൾക്ക് വികാരത്തിൽ തീരുമാനമെടുക്കേണ്ടതില്ല. നിങ്ങളുടെ കയ്യിൽ തെളിവുകളുണ്ടെങ്കിൽ നിയമപരമായി മുന്നോട്ടു പോകാം. അനു ആ പേപ്പറുകളിൽ ഒപ്പിടാൻ പേനയെടുത്തു. ഒരു നിമിഷം അവളുടെ കൈ നിശ്ചലമായി. അവളുടെ
മനസ്സിൽ വന്നത് വിവാഹത്തിൻ്റെ ആദ്യ രാത്രിയിലെ അർജുൻ്റെ പുഞ്ചിരിയായിരുന്നു. പക്ഷേ അടുത്ത നിമിഷം അവൾ കണ്ണുകൾ തുടച്ചു ഒപ്പിട്ടു. അന്ന് വൈകുന്നേരം അർജുൻ്റെ ഫോണിലേക്ക് ഒരു അറിയിപ്പ് വന്നു. അവൻ തുറന്നു നോക്കി. അവൻ്റെ മുഖം മാറി. കാരണം അത് അനുവിൻ്റെ തീരുമാനമായിരുന്നു. ഇനി അവൾ മിണ്ടാതെയിരിക്കില്ല. അർജുൻ ഫോണിലെ ആ അറിയിപ്പ് തുറന്നു നോക്കി. ഒരു നിമിഷം കൊണ്ട് അവൻ്റെ മുഖത്തെ നിറം മാറി. കാരണം അത് അനുവിൻ്റെ തീരുമാനമായിരുന്നു. ഇനി അവൾ പഴയ പോലെ മിണ്ടാതെ എല്ലാം സഹിക്കില്ലെന്ന് അവന് മനസ്സിലായി. അർജുൻ കസേരയിലിരുന്നു. അവൻ്റെ മനസ്സിൽ ഒരുപാട് ചോദ്യങ്ങൾ. ഞാൻ എവിടെയാണ് തെറ്റ് ചെയ്തത്? പക്ഷേ ചോദ്യത്തിന് ഉത്തരം അവനറിയാമായിരുന്നു. സത്യം മറച്ചു വെച്ച ദിവസം തന്നെ അവനെല്ലാം നഷ്ടപ്പെടുത്തിയിരുന്നു. അടുത്ത ദിവസം അർജുൻ അനുവിൻ്റെ വീട്ടിലേക്കെത്തി. വാതിൽ തുറന്നത് അനുവിൻ്റെ അച്ഛനായിരുന്നു. അർജുൻ പതുക്കെ പറഞ്ഞു, എനിക്ക് അനുവിനോട് സംസാരിക്കണം. അച്ഛൻ കുറച്ചു നേരം അവനെ നോക്കി. പിന്നെ പറഞ്ഞു, അവൾ നിന്നെ കാണാൻ തയ്യാറാണോ എന്ന് അവളോട് തന്നെ ചോദിക്കണം. അനു പുറത്തേക്ക് വന്നു. അവളുടെ മുഖത്ത് പഴയ സ്നേഹത്തിൻ്റെ അടയാളമുണ്ടായിരുന്നു. പക്ഷേ ആ സ്നേഹത്തേക്കാൾ ശക്തമായിരുന്നു അവളുടെ ആത്മാഭിമാനം. അർജുൻ പറഞ്ഞു, അനു, എനിക്കൊരവസരം തരൂ. ഞാൻ തെറ്റ് ചെയ്തു. അനു ശാന്തമായി ചോദിച്ചു, എന്ത് തെറ്റ് അർജുൻ? നേഹയെ മറച്ചതോ അതോ എൻ്റെ ജീവിതത്തിലേക്ക് എന്നെ അറിയാതെ കൊണ്ടുവന്നതോ? അർജുൻ്റെ കണ്ണുകൾ നിറഞ്ഞു. ആദ്യം എൻ്റെ മനസ്സിൽ തെറ്റായ ചിന്തകൾ ഉണ്ടായിരുന്നു. പക്ഷേ പിന്നീട് നിന്നെ ഞാൻ സ്നേഹിച്ചു. അനു കുറച്ചു നേരം മിണ്ടാതെ നിന്നു. പിന്നെ പറഞ്ഞു, നീ എന്നെ സ്നേഹിച്ചിരുന്നെങ്കിൽ ആദ്യ ദിവസം തന്നെ സത്യം പറയുമായിരുന്നു. എനിക്ക് നഷ്ടമായത് ഒരു വിവാഹമല്ല അർജുൻ. എനിക്ക് നഷ്ടമായത് നിന്നിലുള്ള വിശ്വാസമാണ്. അർജുൻ തലകുനിച്ചു. അവന് മറുപടി പറയാൻ വാക്കുകളില്ലായിരുന്നു. അതേസമയം നേഹയും തൻ്റെ തീരുമാനത്തിൽ ഉറച്ചിരുന്നു. അവൾ അനുവിനെ വിളിച്ചു. അനു, എനിക്കൊരു കാര്യം കൂടി പറയാനുണ്ട്. അനു ചോദിച്ചു. ഇനിയും എന്താണ് ബാക്കി? നേഹ പതുക്കെ പറഞ്ഞു, അർജുൻ നിൻ്റെ സ്വത്തിനെക്കുറിച്ച് അന്വേഷിച്ചത് മാത്രമല്ല, അവനൊരു വലിയ കടബാധ്യതയിലുമായിരുന്നു. അനുവിൻ്റെ മുഖം മാറി. കാരണം ഇനി പുറത്തു വരാൻ പോകുന്നത് ഒരു പ്രണയവഞ്ചന മാത്രമല്ലായിരുന്നു. അതൊരു വലിയ സാമ്പത്തിക വഞ്ചനയുടെ കഥ കൂടിയായിരുന്നു. പറഞ്ഞ ആ വാക്കുകൾ അനുവിൻ്റെ മനസ്സിൽ വീണ്ടും വീണ്ടും മുഴങ്ങി. അർജുൻ നിൻ്റെ സ്വത്തിനെക്കുറിച്ച് അന്വേഷിച്ചത് മാത്രമല്ല, അവൻ വലിയൊരു കടബാധ്യതയിലുമായിരുന്നു. അനു കുറച്ചു നേരം മിണ്ടാതെയിരുന്നു. അതുവരെ അവൾ കരുതിയത് അർജുൻ ഒരു പഴയ ബന്ധം മറച്ചു വെച്ചതാണെന്ന് മാത്രം. പക്ഷേ ഇപ്പോൾ അവൻ്റെ പിന്നിൽ മറ്റൊരു ഉദ്ദേശം കൂടി ഉണ്ടായിരുന്നു. അനു നേഹയോട് ചോദിച്ചു, നിനക്കിതെങ്ങനെ അറിയാം? നേഹ പതുക്കെ പറഞ്ഞു, അർജുൻ എന്നോടൊരിക്കൽ പറഞ്ഞിരുന്നു, അവൻ്റെ ജീവിതം ശരിയാക്കാൻ ഒരു വലിയ അവസരം വേണമെന്ന്. അന്ന് ഞാൻ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കിയില്ല. നേഹ തൻ്റെ കയ്യിലെ ഒരു പഴയ സന്ദേശം അനുവിന് അയച്ചു. അത് അർജുൻ ഒരു സുഹൃത്തിനയച്ച മെസ്സേജ് ആയിരുന്നു. അതിലെഴുതിയിരുന്നത്, ഈ വിവാഹം നടന്നാൽ എൻ്റെ എല്ലാ പ്രശ്നങ്ങളും തീരും. ആ മെസ്സേജ് കണ്ടപ്പോൾ അനുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞു. കാരണം ഇപ്പോൾ അവൾക്ക് മനസ്സിലായി, അവളൊരു ഭാര്യയായി മാത്രമല്ല, ഒരാളുടെ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരമായി ഉപയോഗിക്കപ്പെടാൻ പോകുകയായിരുന്നു. അനു ഇതിനകം ഒരു തീരുമാനമെടുത്തിരുന്നു. അവൾ വീണ്ടും നേഹയെ വിളിച്ചു. നേഹ, നന്ദി. നേഹ അത്ഭുതപ്പെട്ടു. എന്തിന്? അനു പറഞ്ഞു, എൻ്റെ ജീവിതത്തിലെ സത്യം എന്നെ അറിയിച്ചതിന്. പിന്നെ അനു പതുക്കെ പറഞ്ഞു, ഇനി ഇത് എൻ്റെ വേദനയുടെ കഥയല്ല, ഇത് മറ്റൊരു പെൺകുട്ടിയുടെ ജീവിതം തകരാതിരിക്കാനുള്ള പോരാട്ടമാണ്. അന്ന് വൈകുന്നേരം അർജുൻ ഒരു വാർത്ത കേട്ടു. അവൻ്റെ മുഖം മാറി. അനു എടുത്ത അടുത്ത നീക്കം അവൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. അന്ന് വൈകുന്നേരം അർജുൻ തൻ്റെ ഫോണിലേക്ക് വന്ന ആ സന്ദേശം വീണ്ടും വായിച്ചു. അനു നിയമപരമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു. ആ ഒരു വരി മാത്രം അവൻ്റെ മനസ്സിൽ വലിയൊരു ഭയമുണ്ടാക്കി. ഇത്രയും ദിവസം അവൻ കരുതിയത് അനു വിഷമിക്കും, കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞാൽ എല്ലാം മറക്കും. പക്ഷേ അവൻ മനസ്സിലാക്കിയില്ല, അനു പഴയ അനു ആയിരുന്നില്ല. അർജുൻ ഉടനെ അനുവിനെ വിളിച്ചു. ാണ് അർജുൻ. ആ ശബ്ദത്തിൽ പഴയ സ്നേഹത്തിൻ്റെ പ്രതീക്ഷ ഇല്ലായിരുന്നു. അർജുൻ പറഞ്ഞു, അനു, ഇങ്ങനെ ചെയ്യരുത്, എൻ്റെ ജീവിതം മുഴുവൻ നശിക്കും. അനു കുറച്ചു നേരം മിണ്ടാതെ നിന്നു. പിന്നെ പറഞ്ഞു, അർജുൻ, എൻ്റെ ജീവിതം നശിക്കുമ്പോൾ നീ ചിന്തിച്ചിരുന്നോ? ആ വാക്കുകൾ കേട്ട് അർജുൻ നിശബ്ദനായി. അനു തുടർന്നു, ഞാൻ നിന്നെ ശിക്ഷിക്കാൻ വേണ്ടിയല്ല ഇത് ചെയ്യുന്നത്. പക്ഷേ സത്യം മറച്ച് ഒരു പെൺകുട്ടിയുടെ ജീവിതം തുടങ്ങാൻ ആരും അവകാശമുള്ളവനല്ല. അടുത്ത ദിവസം അനു ഒരു പ്രധാന തീരുമാനമെടുത്തു. അവൾ അർജുൻ്റെ വീട്ടിലേക്ക് പോയി. പക്ഷേ തിരിച്ചു പോകാനല്ല, അവിടെ നിന്ന് തൻ്റെ സാധനങ്ങൾ എടുക്കാനും അവസാനമായി ഒരു കാര്യം പറയാനും. അർജുൻ അവളെ കണ്ടപ്പോൾ പറഞ്ഞു, അനു, നിനക്ക് എന്നെ വെറുക്കാം, പക്ഷേ എന്നെ ഇങ്ങനെ ഒറ്റയ്ക്ക് വിടരുത്. അനു അവനെ നോക്കി. അവളുടെ കണ്ണുകളിൽ കണ്ണുനീറുണ്ടായിരുന്നു. പക്ഷേ ശബ്ദത്തിൽ ഉറച്ച തീരുമാനം. അർജുൻ, നിനക്ക് നഷ്ടപ്പെടുന്നത് ഒരു ഭാര്യയെ മാത്രമല്ല, നിനക്ക് നഷ്ടപ്പെടുന്നത് നിന്നെ വിശ്വസിച്ച ഒരാളെയാണ്. അവൾ സാധനങ്ങൾ എടുത്ത് പുറത്തേക്ക് പോകാനൊരുങ്ങി. അവളുടെ കയ്യിൽ ചെറിയൊരു ബാഗ് മാത്രം. പക്ഷേ ആ ബാഗിനേക്കാൾ വലിയൊരു ഭാരം അവളുടെ മനസ്സിലായിരുന്നു. തകർന്ന വിശ്വാസത്തിൻ്റെ ഭാരം.
അപ്പോഴാണ് അർജുൻ്റെ അമ്മ അവളുടെ മുന്നിൽ വന്ന് നിന്നത്. കണ്ണുകളിൽ കുറ്റബോധം നിറഞ്ഞിരുന്നു. മോളെ. അനു നിശ്ചലമായി നിന്നു. അമ്മ പതുക്കെ പറഞ്ഞു, നീ പോകുന്നതിന് മുമ്പ് എനിക്കൊരു കാര്യം പറയണം. അവർ കണ്ണുനീർ തുടച്ചു. നേഹയെക്കുറിച്ച്, അർജുൻ്റെ പഴയ ജീവിതത്തെക്കുറിച്ച് എനിക്കറിയാമായിരുന്നു. അനുവിൻ്റെ മുഖം മാറി. ഒരു നിമിഷം അവൾക്കൊന്നും പറയാൻ കഴിഞ്ഞില്ല. പിന്നെ അവൾ പതുക്കെ ചോദിച്ചു, അപ്പോൾ അമ്മയ്ക്കും അറിയാമായിരുന്നു? അമ്മ തലകുനിച്ചു. അതേ മോളെ, എൻ്റെ മകനെ രക്ഷിക്കണം എന്ന ചിന്തയിൽ ഞാൻ വലിയൊരു തെറ്റ് ചെയ്തു. പക്ഷേ അതിനിടയിൽ നിൻ്റെ ജീവിതത്തെക്കുറിച്ച് ഞാൻ ചിന്തിച്ചില്ല. അനുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞു. പക്ഷേ അവൾ ശാന്തമായി പറഞ്ഞു, അമ്മേ, നിങ്ങൾ അന്ന് എന്നോട് സത്യം പറഞ്ഞിരുന്നെങ്കിൽ എനിക്ക് ഇത്രയും വേദന ഉണ്ടാകില്ലായിരുന്നു. അമ്മ കൈകൂപ്പി, എന്നോട് ക്ഷമിക്കണം മോളെ. നീ എൻ്റെ മരുമകൾ മാത്രമായിരുന്നില്ല, എൻ്റെ മകളെ പോലെയായിരുന്നു. അനു കുറച്ചു നേരം മിണ്ടാതെ നിന്നു. അവളുടെ മനസ്സിൽ ദേഷ്യവും വേദനയും ഉണ്ടായിരുന്നു. പക്ഷേ അവൾ ആ അമ്മയുടെ കണ്ണുകളിലെ കുറ്റബോധം കണ്ടു. അനു പതുക്കെ പറഞ്ഞു, ഞാൻ നിങ്ങളെ വെറുക്കുന്നില്ല അമ്മേ, പക്ഷേ എനിക്കിനി എൻ്റെ ജീവിതം തിരിച്ചു പിടിക്കണം. അവൾ വാതിലിലേക്ക് നടന്നു. അർജുൻ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അവൻ്റെ കണ്ണുകളിൽ കണ്ണുനീർ. അവൻ പറഞ്ഞു, അനു, ഒരു ദിവസമെങ്കിലും എന്നെ മനസ്സിലാക്കുമോ? അനു അവനെ നോക്കി. ഒരു ദിവസം ഞാൻ നിന്നെ ക്ഷമിച്ചേക്കാം, പക്ഷേ ഞാനിതൊന്നും മറക്കില്ല അർജുൻ. അനു ആ വീട്ടിൽ നിന്ന് പുറത്തേക്ക് നടന്നു. അവൾ പിന്നോട്ട് നോക്കിയില്ല. കാരണം ഇനി അവൾ അന്വേഷിക്കുന്നത് അർജുൻ്റെ സ്നേഹമല്ല, സ്വന്തം ആത്മാഭിമാനമാണ്. അനു അവസാനമായി അർജുനെ കാണാൻ തീരുമാനിച്ചു. ഇനി അവളുടെ മനസ്സിൽ ദേഷ്യമില്ലായിരുന്നു. പകരം ഒരു ചോദ്യത്തിന് മാത്രം ഉത്തരം വേണമായിരുന്നു. എന്തിനായിരുന്നു ഈ കള്ളത്തിൻ്റെ തുടക്കം? ഒരു ചെറിയ മുറിയിൽ അനുവും അർജുനും നേർക്കുനേറിരുന്നു. നേഹയും അനുവിൻ്റെ അഭിഭാഷകനും അവിടെ ഉണ്ടായിരുന്നു. അർജുൻ തലകുനിച്ചിരിക്കുകയായിരുന്നു. അവൻ പതുക്കെ പറഞ്ഞു, അതെ, ഞാൻ തെറ്റ് ചെയ്തു. ആദ്യം എൻ്റെ മനസ്സിൽ തെറ്റായ ചിന്തകൾ ഉണ്ടായിരുന്നു. പക്ഷേ അനു എൻ്റെ ജീവിതത്തിലേക്ക് വന്നപ്പോൾ ഞാൻ അവളെ ശരിക്കും സ്നേഹിച്ചു. അനു ശാന്തമായി അവനെ നോക്കി. പിന്നെ പറഞ്ഞു, അർജുൻ, നീ എന്നെ സ്നേഹിച്ചോ ഇല്ലയോ എന്നത് ഇന്ന് എൻ്റെ വിഷയമല്ല. പക്ഷേ നീ സ്നേഹിച്ച ഒരാളോട് പോലും സത്യം പറയാൻ ധൈര്യം കാണിച്ചില്ല. അർജുൻ്റെ കണ്ണുകൾ നിറഞ്ഞു. കാരണം അവൻ ആദ്യമായി മനസ്സിലാക്കി, പണം നഷ്ടപ്പെടുന്നതല്ല ഏറ്റവും വലിയ നഷ്ടം, വിശ്വാസം നഷ്ടപ്പെടുന്നതാണ്. കുറച്ചു മാസങ്ങൾ കഴിഞ്ഞു. അനു തൻ്റെ ജീവിതത്തിലേക്ക് തിരികെ വന്നു. സ്വന്തം കാലിൽ നിൽക്കാൻ തുടങ്ങി. അവൾ പിന്നോട്ട് നോക്കിയില്ല. നേഹയും തൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയി. കാരണം ചില ബന്ധങ്ങൾ അവസാനിക്കുന്നത് തോൽവിയല്ല, അതൊരു പുതിയ ജീവിതത്തിൻ്റെ തുടക്കമാണ്. അർജുൻ, അവൻ തൻ്റെ തെറ്റിൻ്റെ മുന്നിൽ ഒറ്റയ്ക്ക് നിന്നു. അവനെല്ലാം മനസ്സിലായി. ഒരു മനുഷ്യനെ തകർക്കുന്നത് കള്ളമല്ല, ആ കള്ളത്തിന് മുകളിൽ പണിയുന്ന ജീവിതമാണ്. ഒരു മനുഷ്യൻ്റെ മനസ്സ് നേടാൻ വർഷങ്ങളെടുക്കും. പക്ഷേ ഒരു ചതി മതി ആ വിശ്വാസം ഒരു നിമിഷം കൊണ്ട് തകർക്കാൻ. ക്ഷമിക്കാൻ കഴിയുന്ന തെറ്റുകൾ ജീവിതത്തിൽ ഉണ്ടാകും. പക്ഷേ ഒരാളുടെ വിശ്വാസത്തെ വഞ്ചിച്ച് സ്വന്തം സ്വാർത്ഥതയ്ക്കായി ഒരു ജീവിതം നശിപ്പിക്കുന്ന ചതിയുടെ മുറിവ് ഒരിക്കലും എളുപ്പത്തിൽ മായില്ല. ബന്ധങ്ങൾ പണത്താലോ സൗന്ദര്യത്താലോ നിലനിൽക്കുന്നതല്ല. സത്യസന്ധതയും വിശ്വാസവും ഉണ്ടെങ്കിൽ മാത്രമാണ് ഒരു ബന്ധത്തിന് വിലയുണ്ടാകുന്നത്. മറ്റൊരാളുടെ കണ്ണീരിൽ പണിയുന്ന സന്തോഷത്തിന് ഒരിക്കലും സമാധാനമുണ്ടാകില്ല. ഇനിയും നിങ്ങൾക്കിഷ്ടമാകുന്ന തരത്തിലുള്ള കഥയുമായി വീണ്ടും വരാം.